പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് ആളുകൾ കൂടുതൽ വരുന്നത്. പാവപ്പെട്ടവരും അല്ലാത്തവരും ഇടത്തരക്കാരും എല്ലാം സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത് വലിയ പണച്ചെലവാണ് മറ്റ് സ്വകാര്യ ആശുപത്രികൾ. അതുകൊണ്ടാണ് ഇവിടെയുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണ്ടേ. ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, ഗവൺമെന്റിന്റെ മുൻഗണന എന്താണ്? ഇത് ഈ ആളുകൾക്ക് പാവങ്ങൾക്ക് മരുന്ന് മേടിച്ചു കൊടുക്കലല്ലേ? പുറത്തേക്ക് മരുന്ന് എഴുതി കൊടുത്ത് ആയിരക്കണക്കിന് രൂപയുടെ മരുന്ന് പുറത്തൊന്നും മേടിക്കാൻ പറ്റാത്ത പാവങ്ങൾ എന്ത് ചെയ്യും? പിന്നെ എന്തിനാ സർക്കാർ ആശുപത്രി, മെഡിക്കൽ കോളേജൊക്കെ? അല്ലാതെ അത് പേടിപ്പിക്കരുത്. തുറന്നു പറഞ്ഞ പോലെ ഭീഷണിയുടെ സ്വരമുണ്ട്, മുഖ്യമന്ത്രിയുടെ സ്വരത്തിലുണ്ട്, എം വി ഗോവിന്ദന്റെ വർത്തമാനത്തിലുണ്ട്. അത് വേണ്ട, അത് ശരിയല്ല. തുടക്കത്തിൽ ഇതിനെ പോസിറ്റീവായി കാണുന്ന പ്രതിനിധി ഉണ്ടാക്കി പിന്നീട് ഈ വിമർശന സിസ്റ്റം ഓണാവുകയും അതല്ല, ഡോക്ടറെ വലിയ ചേർത്ത് പിടിക്കുന്നത് പോലെ കാണിച്ച് ഡോക്ടർ പറഞ്ഞ വിഷയത്തെ നിരാകരിക്കാനും ഇല്ല എന്ന് സമർത്ഥിക്കാനാണ് ശ്രമിക്കുന്നത്. കേരളത്തിന് പണ്ട് മുതലൊക്കെ നല്ല പേരൊക്കെ ഉണ്ടായിരുന്നു. ആ നല്ല പേരാണ് ഇപ്പം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാണ് ഞാൻ പറഞ്ഞത്. ആരോഗ്യ കേരളം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ പറയുന്നതല്ലല്ലോ, ഈ ഡോക്ടർ ഹാരിസ് പറഞ്ഞിട്ടാണോ? ഞങ്ങൾ 2021 മുതൽ കോവിഡ് കഴിഞ്ഞ ശേഷം ഗൗരവത്തോടു കൂടി കേരളത്തിലെ ആരോഗ്യ രംഗത്തെ പ്രശ്നങ്ങൾ നിരന്തരമായി സഭയിലും പുറത്തു ഉന്നയിക്കുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാണെന്നാണ് ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലിലൂടെ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അടിവരയിട്ടിരിക്കുകയാണ്. നിങ്ങൾ അതിനു മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ എന്താ ചെയ്തിരുന്നെന്ന് അന്വേഷിക്കുക. ആ ഡിപ്പാർട്ട്മെന്റിൽ അദ്ദേഹം PF നിന്ന് ലോൺ എടുത്തിട്ട് സർജിക്കൽ എക്യുപ്മെന്റ് വാങ്ങിച്ച ഡോക്ടർ ഈ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു. സ്വന്തം PF നിന്ന് ലോൺ എടുത്തിട്ട് അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റിൽ സർജിക്കൽ എക്യുപ്മെന്റ് വാങ്ങിച്ച ഡോക്ടർ ഈ മെഡിക്കൽ കോളേജിലുണ്ട്. എല്ലാവരും ഉണ്ട്. അപ്പൊ മരുന്ന് ക്ഷാമം ഇപ്പോഴും സമ്മതിക്കില്ല മന്ത്രി. അപ്പൊ 15 കൊല്ലം 20 കൊല്ലം മുമ്പുള്ള കാര്യങ്ങൾ പറയാണ്. ആ കണക്കല്ല ഞങ്ങൾക്ക് കേൾക്കേണ്ടത്, ഇപ്പോഴത്തെ കണക്കാണ് ഞങ്ങൾ അറിയേണ്ടത്. പിന്നെ ഈ ഉമ്മൻചാണ്ടിയുടെ കാലത്തായിട്ട് കമ്പയർ ചെയ്യാൻ പോയ അന്ന് കാരുണ്യ പദ്ധതി ഉണ്ടായിരുന്നു, ആരോഗ്യ സുരക്ഷാ പദ്ധതി ഉണ്ടായിരുന്നു, കാരുണ്യ ബെനവലന്റ് പദ്ധതി ഉണ്ടായിരുന്നു, ഹൃദ്യം പദ്ധതി ഉണ്ടായിരുന്നു, JSSK ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പൊ ഇല്ല. കാരുണ്യ കാർഡിന്റെ പൈസ ഗവൺമെന്റ് അല്ല കൊടുക്കുന്നത്, അത് HDCയിൽ നിന്നാണ് കൊടുക്കുന്നത്, ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയിൽ നിന്നാണ് കൊടുക്കുന്നത്. ആ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയിൽ ഈ കാശ് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഏത് സാധനം മേടിക്കാനുള്ള പണം അവിടെ ഉണ്ടാവുമായിരുന്നു, ഏത് എക്യുപ്മെന്റും അത്യാവശ്യത്തിന് ചെലവഴിക്കാനുള്ള പണം ഉണ്ടാവുക. മരുന്ന് മേടിക്കില്ല എന്ന് പറയുന്നതിന് ഒരു അർത്ഥമില്ല. കാരണം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ ഫോർമാറ്റ് അതാണ്. ഒരു ആശുപത്രിയിലേക്ക് ഒരു PH സെന്റർ തൊട്ട് മെഡിക്കൽ കോളേജ് വരെയുള്ള ഇന്റന്റാണ് കൊടുക്കുന്നത്. അടുത്ത വർഷത്തേക്കുള്ള ഹാരിസ് പറഞ്ഞ യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യത്തിനെതിരെ മന്ത്രിമാർ തന്നെ പലതരത്തിൽ അഭിപ്രായങ്ങൾ പറയുന്നു. പരസ്പര വിരുദ്ധമാണ് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ. ഡോക്ടർ ഹാരിസിനെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുമ്പോഴും യഥാർത്ഥ പ്രശ്നത്തിന് അതങ്ങനെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. UDFന്റെ ഭരണകാലത്ത് ഉണ്ടായിരുന്ന പല പദ്ധതികളും ഇപ്പോഴില്ല. അതൊക്കെ തന്നെ ഈ ആരോഗ്യ മേഖലയെ വലിയ അവതാളത്തിലാക്കിയിട്ടുണ്ട് എന്നാണ് വി ഡി സതീശന്റെ പരാമർശം. വലിയ വിമർശനമാണ് സർക്കാരിനെതിരെ ഈ വിഷയത്തിൽ വീണ്ടും അദ്ദേഹം ഉന്നയിക്കുന്നത്.